നാളായല്ലേ വീഡിയോയിലിട്ടിട്ട് കുറച്ച് നാളായി വീഡിയോ ഒന്നും ഇടാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി അപ്പോൾ ഇന്ന് നമ്മൾ അപ്പോൾ ഞാനത് ഒന്ന് കയറിയിട്ടുണ്ട്. നല്ലതുപോലെ വണ്ണാമ്പലം ഇട്ടിട്ട് ഇങ്ങനെ വല ചെയ്യണം. പിന്നെ ഇതൊക്കെ എടുത്തു വെക്കാൻ വിട്ടുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവിടെ തെങ്ങിൻ തോപ്പും നമ്മുടെ എൻ്റെ പിറകിൽ കാണുന്നതാണ് നമ്മുടെ ചുട്ടിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് അവർ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒത്തിരി നാളായല്ലേ വീഡിയോയിലിട്ടിട്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് കുറച്ച് നാളായി വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിച്ചുപോയി കേട്ടോ. അതുകൊണ്ടാണ് അതിൻ്റെ ചടങ്ങുകളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് പേരൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുറേ ആൾക്കാർക്ക് ഞാൻ അതിൽ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വീഡിയോസ് എന്താ കാണാത്തതെന്ന് വിചാരിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. എല്ലാവരും പഴയതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ തറവാട് വീടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒത്തിരി വണ്ണാമ്പലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒന്ന് വണ്ണാമ്പലയൊക്കെ തട്ടുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നേ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ അങ്ങനെ അധികമില്ല കേട്ടോ. ഈ ജനലിലൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ച് കൂടുതലുള്ളത്. ജനലിൽ എത്ര തേച്ചാലും ഇളകി വരുന്നില്ല. ഒരു വെളുത്ത എന്താണ് 8 കാലിൻ്റെ കൂടില്ലേ, അതുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ നേരം തേച്ചാൽ അതൊക്കെ ഇളകി വരുന്നുള്ളൂ. ഇവിടെയൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ. പെട്ടെന്ന് പോകുന്നുണ്ട്. ഈ പൂജയും മിന്നൂട്ടിയും ഒക്കെ ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെയും നാത്തൂമാരെ മക്കളും എല്ലാവരും ഉണ്ട് വീട്ടിൽ. അപ്പോൾ എല്ലാവരും ഓരോരോ സൈഡിലായിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആരും മുമ്പിൽ വരാത്തതാണ്. ഇപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് ഇവിടെ തറവാട് വീട്ടിൽ തന്നെയാണ്. അപ്പുറത്തൊന്ന് പോകും വരും എന്നല്ലാണ്ട് ഇവിടെ തന്നെയാണ്. എല്ലാ ഫുഡും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് അധിക സമയം ഈ വീട്ടിൽ തന്നെ ആയിരിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് പോയി കുളിച്ച് നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ശീലമൊക്കെ. ഇപ്പം എല്ലാവരും കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഫോണിലാണ്. അവർക്കൊക്കെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയാണ്. എനിക്കാണെങ്കിൽ പകലൊന്നും ഫോൺ എടുക്കാനേ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഡാറ്റയൊക്കെ തീർക്കുന്നത് അവരാണ്. ഫോൺ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടാണ് ഇപ്പോൾ നോട്ടം. കുറച്ച് സമയം പൊന്നു നോക്കും, കുറച്ച് സമയം മിന്നു നോക്കും. അങ്ങനെയൊക്കെ നോക്കി ആണ് ഇപ്പോഴത്തെ പോക്ക്. അവർക്കൊക്കെ ഫോൺ നോക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് അവരിപ്പോൾ അതിനെ കാണുന്നത്. അങ്ങനെ ഞാൻ പുറത്തൊക്കെ വൃത്തിയാക്കിയിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഉള്ളിലത്തെ ഹാളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഓഫീസ് റൂമിലോട്ട് പോവാണ്. ഇത് നമ്മുടെ TV വെക്കുന്ന റൂമാണ്. TV വെക്കുന്നതും പിന്നെ അച്ഛൻ കിടക്കുന്നതൊക്കെ റൂമാണ്. അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്.
ഇവിടെയൊക്കെ നല്ലതുപോലെ വണ്ണാമ്പലം ഇട്ടിട്ട് ഇങ്ങനെ വല കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് കറുപ്പൊക്കെ വന്നു തുടങ്ങി. നമ്മളെ നെറ്റിൽ നിറയെ വണ്ണാമ്പലമായി. അപ്പോൾ ഇങ്ങനെ വണ്ണാമ്പലം എടുക്കുന്ന സമയത്ത് മുമ്പ് എടുത്ത വണ്ണാമ്പലം അവിടെ ഇങ്ങനെ തട്ടി കറുപ്പ് കളറാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ഉരച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്നെ നാത്തൂൻ്റെ മോനാണ് കേട്ടോ, രണ്ടാമത്തെ നാത്തൂൻ്റെ മോനാണ്. ഞങ്ങളുടെ ആകെ ഒരു ആണ്ടരിയാന്ന് പറയാം കേട്ടോ. എല്ലാവർക്കും പെണ്ണുമക്കളാണ്, ആകെ ഒരു ആണേ ഉള്ളൂ കേട്ടോ. ഒരുപാട് സാധനം ഉള്ളതുകൊണ്ട് ഈ പൊടിയൊക്കെ തട്ടണ സമയത്ത് അതിൻ്റെ മുകളിലൊക്കെ വീഴുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്ത് അലക്കിയും തുണിയൊക്കെ എടുത്ത് കുടയൊക്കെ ചെയ്യണം. പിന്നെ ഇതൊക്കെ എടുത്തു വെക്കാൻ വിട്ടുപോയി കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിന് എന്തായാലും തുടങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് നിർത്തിയില്ല. പിന്നെ വീഴാണ്ട് സൂക്ഷിക്കുന്നുണ്ട്, കഴിയുന്നതും വീഴാണ്ട് ഞാൻ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ റൂം കഴിഞ്ഞു. ഇപ്പോൾ ഒരു റൂം എടുക്കുമ്പോൾ വീഡിയോ എടുത്തായിരുന്നു, അത് മിസ്സായിപ്പോയെന്ന് തോന്നുന്നു. ഇത് രണ്ടാമത്തെ റൂമാണ്. ഒന്ന് നമ്മൾ ഓഫീസ് റൂം, 3 റൂമാണ് കേട്ടോ ഉള്ളത്. ഓഫീസ് റൂം എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. രണ്ടാമത്തെ റൂം എടുക്കുന്നത് മിസ്സായിപ്പോയി. പിന്നെ ഈ 2 റൂമിൽ നിന്നും പുറത്തോട്ട് വരുന്ന ഒരു ഹാളാണ്, കുഞ്ഞു ഹാളാണിത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോയത്. കിച്ചണിലാണെങ്കിൽ നിറയെ പാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സൂക്ഷിച്ച് വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊടിയൊക്കെ എല്ലാത്തിലും വീഴും. പിന്നെ ഫുഡൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാത്തിനും അടച്ചു വെച്ച് നല്ല ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ നമ്മൾ പിന്നെ വീഴാണ്ട്, ഞാൻ കഴിയുന്നതും വീഴാണ്ടൊക്കെ നോക്കിയിട്ടാട്ടോ ഇട്ടത്. പിന്നെ കുറച്ചൊക്കെ എന്തായാലും വീഴാണ്ടിരിക്കില്ല, നമ്മൾ സൂക്ഷിച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് വലുതായിട്ട് വീഴില്ല എന്ന് വിചാരിക്കണു. അങ്ങനെ തുടച്ച് പിടിച്ച് നമ്മളെ കിച്ചൺ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി പുറത്തോട്ടാണ് കേട്ടോ പോകുന്നത്. പുറത്ത് നമ്മൾ ചുറ്റും ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ചുറ്റും പുറത്തൊക്കെ ഉണ്ട് നല്ലതുപോലെ. അപ്പോൾ അവിടെ ഒന്ന് എന്തായാലും തുടങ്ങിയതല്ല, അവിടെ ഒന്ന് തട്ടിക്കൊടുത്തിട്ട് തന്നെ മതിയാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇതിനു മുമ്പ് ക്ലീനിങ് വീഡിയോ അപ്പുറത്തെ വീടിൻ്റെ ഇട്ടത്, അതിൻ്റെ പുറത്തെ ക്ലീനിങ് പകുതിയിലുണ്ട് കേട്ടോ, ഫുള്ളാക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നത് വെച്ചിട്ട് എനിക്ക് ഇതുവരെ അതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പം തൊട്ട് ഞാൻ പറഞ്ഞല്ലോ, അപ്പം തൊട്ട് നമ്മൾ കുറച്ച് തിരക്കായിപ്പോയി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി നേരം കിട്ടുമ്പോൾ അവിടെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒന്ന് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് ചെയ്യണം എന്ന് വിചാരിക്കണം. അപ്പോൾ സെക്കൻഡ് പാർട്ട് അതിൻ്റെ എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ. ഇത്തിരി വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ എല്ലാം കഴിഞ്ഞ് അങ്ങനെ വാതിലിനൊക്കെ ചെറുതായിട്ട് വെളുത്ത സാധനമില്ലേ വണ്ണാമ്പലേൻ്റെ, അതൊക്കെ എടുത്ത് അതിൻ്റെ കൂടാൻ തോന്നണം, അതൊക്കെ എടുത്തിട്ട് നമ്മളിതാ പുറത്തൊരു ബാൽക്കണിയിലേക്ക് എത്തിയിട്ടുണ്ട്. വർക്ക് ഏരിയ കേട്ടോ, വർക്ക് ഏരിയ. അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. പുറത്ത് ഓരോരോ പണികളിലായിട്ട് എല്ലാവരും ഉണ്ട്. മക്കളൊക്കെ പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ ആളവിടെ കൊരട്ടയൊക്കെ ചുടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പറങ്കി മാവിൽ കുറച്ച് കൊരട്ടയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറക്കിയിട്ട് കൊണ്ടുവന്നിട്ട് അടുപ്പിലിട്ടിട്ട് ചുട്ടെടുക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വെന്തിട്ടാകുമ്പോൾ അത് കുനിച്ചിട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കായ തിന്നും. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അറിയുന്നവരായിരിക്കും എല്ലാവരും, എന്നാലും ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെ വർക്ക് ഏരിയയും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ നമ്മുടെ തെങ്ങിൻ തോപ്പും നമ്മുടെ വീട്ടിൻ്റെ പുറത്തുള്ള ഒരു സ്ഥലമാണ്. നല്ല രസമില്ല, ഇത് കാണാൻ നല്ല പച്ചപ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് പുറത്ത് മാത്രമാണ് കേട്ടോ ഒന്ന് ചെയ്യാനുള്ളത്. പിറകിൽ കാണുന്നതാണ് നമ്മുടെ തീ കത്തിക്കുന്ന ഷെഡ് കേട്ടോ. തീ കത്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിറകടുപ്പില്ലേ, അതൊക്കെ ഉള്ള ഷെഡാണ് അവിടെ. അപ്പോൾ എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട്. പിള്ളേരൊക്കെ കൊരട്ട ചുട്ടിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അവരെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞാനിത് ക്ലീൻ ചെയ്യുന്നതിനിടയിൽ നമ്മൾ ഈ ലൈറ്റ് താഴെ വീണു കേട്ടോ. അത് ഞാൻ പിന്നെ ഒന്നും ആയില്ല, വീണിട്ട് പൊട്ടിയിട്ടൊന്നുമില്ല, അവിടെ എടുത്തു വെച്ചു. പിന്നെയും ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. പുറകുവശത്തൊക്കെ വലുതായിട്ടൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഉള്ളിലത്തെ ബാത്റൂമിൻ്റെ ബാക്കാണ്. ഈ പുറത്തൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നല്ല രസമല്ല, നല്ല പച്ചപ്പും
കാണാൻ എന്ത് ഭംഗിയാണ് നോക്കിയേ, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ നല്ലതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒത്തിരി പണിപ്പെട്ടാണ് ഇവിടെ വൃത്തിയാക്കിയത്. കുത്തി തേച്ച് വൃത്തിയാക്കി. അതിൻ്റെ ഇടയിൽ ഈ റൂമിൽ ആളുണ്ടായിരുന്നു. അപ്പോൾ 2 തട്ടൊക്കെ കൊടുത്ത് അവരൊന്ന് പേടിപ്പിച്ചു. അവരെന്തോ ഭയങ്കര കഥയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പേടിപ്പിച്ചപ്പോൾ അവർക്ക് ചെറുതായിട്ട് പേടിച്ചു എന്ന് അവർ പറഞ്ഞു. ഞാൻ പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ താരം ഒന്നും കൂടി വന്നു കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. തരാനുള്ളൊരു മെസ്സേജ് പറഞ്ഞാൽ നമ്മളെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് 1 മാസത്തിലെങ്കിലും ഈ വണ്ണാമ്പലയൊക്കെ നല്ലതുപോലെ തട്ടിയാൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കും എന്നാണ്. ഇത് ഒത്തിരി നാൾ നമ്മളിങ്ങനെ ചെയ്യാതിരുന്നാൽ ഒത്തിരി അധികം പിടിച്ചിട്ട് വൃത്തികേടായി കിടക്കുകയുള്ളൂ. പിന്നെ നമുക്ക് എടുക്കാനും ഒത്തിരി പാടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വണ്ണാമ്പലയൊക്കെ തട്ടി വീടൊക്കെ നല്ലതുപോലെ സൂക്ഷിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായും ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.